നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഏതാണ് നമ്മുടെ ചാപ്റ്റർ? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ആണ്. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡീല് ചെയ്യാൻ പോകുന്നത്. ഒരു കുഞ്ഞു റിക്വസ്റ്റും കൂടി, അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ 1ന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോയും കൂടി കാണുക. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മിസ് ഒരു കുഞ്ഞു കാര്യം കൂടി പറയുകയാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ? ഒന്ന് നമ്മുടെ സോളിഡ്, മറ്റൊന്ന് നമ്മുടെ ലിക്വിഡ് ആൻഡ് മൂന്നാമത് നമ്മുടെ ഗ്യാസ്. അങ്ങനെ 3 സ്റ്റേറ്റ് ആണ് നമുക്ക് ഉള്ളത്. അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സോളിഡ് ആണെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഉണ്ടാവില്ലേ, അടുപ്പിച്ചടുപ്പിച്ചാണ്. എങ്ങനെയാണ് നമ്മുടെ പാർട്ടിക്കിൾസ് ഉണ്ടാവുക? അത് നമ്മുടെ സോളിഡിന്റെ കേസിലാണ്. ഇനി ലിക്വിഡിന്റെ കേസിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക? നമ്മുടെ പാർട്ടിക്കിൾസിന് കുറച്ച് ഡിസ്റ്റൻസ് കാണും. ഇതാണ് നമ്മുടെ ലിക്വിഡിന്റെ കേസിൽ പാർട്ടിക്കിൾസ് വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ ലിക്വിഡ് കേസ്. ഇനി ഗ്യാസ് ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മുടെ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. നമ്മുടെ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് കൂടും. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഗ്യാസിയസ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്യാസിയസ് സ്റ്റേറ്റിന്റെ കുറച്ച് ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ പുതിയൊരു കൺസെപ്റ്റും കൂടി പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ മോൾ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് കുറച്ച് ഗ്യാസ് കൺസെപ്റ്റ്സ് ആണ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ ആ ഒരു കൺസെപ്റ്റ്സ് നോക്കാൻ പോവുകയാണ്. കുറച്ച് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. അതായത് നമ്മളെ ഗ്യാസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കുറേ ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്യാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നോക്കിക്കോളൂ. വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് ദ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഈസ് വെരി ലെസ്. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നുള്ളത്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, മിസ് ഒരു ഡയഗ്രാം വരക്കുന്നുണ്ട്. ഇതൊരു കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് പാർട്ടിക്കിൾസിനെ വരക്കുകയാണ്. ഇതൊക്കെയാണ് ഗ്യാസ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഗ്യാസ് പാർട്ടിക്കിൾസ്. ഇതിലെ ടോട്ടൽ വോളിയം എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? അതായത് ഇതിലെ മൊത്തമുള്ള ആ ഒരു വോളിയമാണ് നമ്മുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. നമ്മുടെ ഗ്യാസിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഈ മൊത്തം കൂടുമ്പോഴാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു മോളിക്യൂളിന്റെ വോളിയം കൺസിഡർ ചെയ്യാണ്. ആ ഒരു വോളിയം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കമ്പാരിറ്റീവ്ലി സ്മോൾ ആണ്. അതായത് ഈ ഒരു ടോട്ടൽ വോളിയം വെച്ച് നോക്കുമ്പോൾ ആ ഒരു വോളിയം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്താണ്, കുറവാണ്, ലെസ് ആണ് എന്ന് നമുക്ക് പറയാം. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. അതായത് വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് ദ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഈസ് വെരി ലെസ്. അതായത് നമ്മൾ ഓരോന്നിനടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിന്റെ വോളിയം നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ടോട്ടൽ വോളിയത്തിനേക്കാളും എന്താണ്, കുറവാണ് എന്നാണ് പറയുന്നത്. ഇനി പെട്ടെന്ന് തേർഡ് പോയിന്റ് കൂടി നോക്കിക്കോളൂ. എന്താണ് തേർഡ് പോയിന്റ് പറയുന്നത്? ദ മോളിക്യൂൾ ഓഫ് ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് ഈ ഓരോ മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ചലിക്കുന്നുണ്ട്. അതായത് എല്ലാ ഡയറക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് ചലിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. അതെന്ത് ചെയ്യും, എല്ലാ ഡയറക്ഷനിലും അതെന്ത് ചെയ്യും, അത് ചലിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. അങ്ങനെ 3 പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ മോളിക്യൂളിന്റെ കേസാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വോളിയത്തിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്, അത് ഒരു റാൻഡം മോഷനിലാണ് ഉള്ളത്. അങ്ങനെ 3 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് പോയിന്റ് നോക്കിക്കോളൂ. ആസ് എ റിസൾട്ട് ഓഫ് റാൻഡം മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് they collide with each other and also collide with the walls of container in which it is kept. This collision with the walls accounts for the pressure of the gas. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ മോളിക്യൂൾസ് എങ്ങനെയാണുള്ളത്, അതൊരു റാൻഡം മോഷനിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു കൊളീഷൻ സംഭവിക്കും. അതായത് 2 മോളിക്യൂൾസ് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്. ഇത് ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, റാൻഡം മോഷൻ ഉള്ളത്. ഈ ഒരു മോളിക്യൂൾ ഇങ്ങോട്ടാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഒരു കൊളീഷൻ സംഭവിക്കും.
ചില സമയത്ത് നമ്മുടെ കൊളീഷൻ എങ്ങോട്ട് നടക്കാൻ സാധ്യതയുണ്ട്, ഈ ഒരു സൈഡിലേക്ക്, അതായത് നമ്മുടെ കണ്ടെയ്നറിന്റെ വാൾസിലേക്കും ഒരു കൊളീഷൻ സംഭവിക്കും. അവിടെ എന്ത് ചെയ്യും, നമ്മുടെ മോളിക്യൂൾസ് വന്നിട്ട് ഹിറ്റ് ചെയ്യും. കാരണം നമ്മുടെ മോളിക്യൂൾസ് എങ്ങനെയുള്ളത്, അതൊരു റാൻഡം മോഷനിലാണ് ഉള്ളത്. ആ ഒരു ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കണ്ടെയ്നറിന്റെ വാളിൽ എന്ത് ചെയ്യും, ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദിസ് കൊളീഷൻ വിത്ത് വാൾസ് അക്കൗണ്ട്സ് ഫോർ ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. അതായത് നമ്മുടെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ് ആയിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ആസ് ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇൻ നേച്ചർ ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. അതായത് നമ്മുടെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, റാൻഡം മോഷനിലുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു കൊളീഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഒരു കൊളീഷന്റെ നേച്ചർ ആണ് എലാസ്റ്റിക് നേച്ചർ എന്ന് പറയുന്നത്. ദേ ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല, അവിടെ ഒരു എനർജി ലോസ് സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആസ് ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. അവിടെ ഒരു എനർജി ലോസ് എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. അതാണ് നമ്മുടെ പോയിന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഒരു പോയിന്റും കൂടി നമുക്ക് നോക്കാനുണ്ട്. നോക്കിക്കോളൂ. there is no attraction between the gas molecules and with the walls of container. അതായത് നമ്മുടെ വാൾസ് ഓഫ് കണ്ടെയ്നറും അതുപോലെ ഗ്യാസ് മോളിക്യൂൾസും തമ്മിൽ എന്തില്ല, അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. അങ്ങനെ നമുക്കൊരു 6 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോളിക്യൂൾസിനെ പറ്റിയാണ്. അതായത് നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, കുറേ ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെയാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ വോളിയത്തിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിക്കൽ വോളിയം എന്ന് പറയുന്നത് എങ്ങനെയാണ്, കമ്പാരേറ്റീവ്ലി സ്മോൾ ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ വോളിയത്തിന്റെ കേസ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോളിക്യൂൾസ് എങ്ങനെയാണുള്ളത്, റാൻഡം മോഷനിലാണുള്ളത്. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിക് നേച്ചർ ആണ്. നമ്മുടെ മോളിക്യൂൾസിന് ഇലാസ്റ്റിക് നേച്ചർ ആണെന്നാണ് സിക്സ്ത് പോയിന്റ് പറയുന്നത്. സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് അവിടെ എന്തില്ല, നോ അട്രാക്ഷൻ. അതായത് ഗ്യാസ് മോളിക്യൂളും നമ്മുടെ വാൾസ് ഓഫ് കണ്ടെയ്നറും തമ്മിൽ എന്തില്ല, ഒരു അട്രാക്ഷൻ ഇല്ല, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ഗ്യാസ് കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരു ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്. നോക്കിക്കോളൂ, ഇതാണ് ബോക്സ്. എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണോ, വെരി ഹൈ ആണ്. നെക്സ്റ്റ് നോക്കിക്കോളൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് എങ്ങനെയാണ് നമ്മുടെ ഗ്യാസ് മോളിക്യൂളിന്റെ ഡിസ്റ്റൻസ് വരിക, അതും വെരി ഹൈ ആണ്. നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്ത് ആൻസർ ആണ് കൊടുക്കേണ്ടത്, നമ്മൾ വെരി ഹൈ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. വെരി ഹൈ, അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കിക്കോളൂ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്. നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണുള്ളത്, അതൊരു റാപ്പിഡ് മോഷനിലാണുള്ളത്. അതിനെല്ലാ ഫ്രീഡം ഉണ്ട്. അതിനുള്ള മൂവ്മെന്റിന്റെ ഫ്രീഡം നമുക്ക് ഓൾറെഡി നമ്മുടെ ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, വെരി ഹൈ ആണ് നമ്മുടെ ആൻസർ വരിക. വെരി ഹൈ. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ, അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. അതായത് നമ്മുടെ മോളിക്യൂൾസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പറയണം, ഇവിടെ വെരി ലോ ആണ് നമ്മൾ കൊടുക്കേണ്ട ആൻസർ. വെരി ലോ, അതാണ് നമ്മൾ കൊടുക്കുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് ഫില്ല് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്, അത് വെരി ഹൈ ആണ്. ഗ്യാസിന്റെ കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നെക്സ്റ്റ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്യാസ് മോളിക്യൂൾ എങ്ങനെയാണുള്ളത്, അതൊരു റാപ്പിഡ് മോഷനിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെന്തുണ്ട്, വെരി ഹൈ ഫ്രീഡം ആണുള്ളത്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് നമ്മൾ നോ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വെരി ലോ എന്നാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ഗ്യാസിന്റെ വോളിയം ആണ്. അതിനു മുമ്പ് മിസ് ഒരു ചെറിയ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു 4 ലിറ്റർ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് നമ്മുടെ കയ്യിൽ 4 ലിറ്റർ വെള്ളമുണ്ട്.
അതായത് ഈ ഒരു അതായത് ഈ ഒരു കണ്ടെയ്നറിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 4 ലിറ്റർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വലിയ കണ്ടെയ്നർ എടുക്കുന്നുണ്ട്. ഇതൊരു 6 ലിറ്ററിന്റെ കണ്ടെയ്നർ ആണ്. ഈ ഒരു 4 ലിറ്റർ വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ ഇവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? അത് നമ്മുടെ 4 ലിറ്റർ ആണ്. നമ്മുടെ കണ്ടെയ്നർ മാത്രമാണ് 6 ലിറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ വാട്ടറിന്റെ വോളിയം എത്രയാണ്? 4 ലിറ്റർ ആണ്. അതായത് സെയിം വോളിയമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഗ്യാസിന്റെ കേസിൽ ഇങ്ങനെയല്ല വരിക. ഗ്യാസിന്റെ കേസിൽ എന്താവും? നമ്മൾ ഒരു 4 ലിറ്റർ ഗ്യാസ് എടുക്കുകയാണ് ഈ ഒരു കണ്ടെയ്നർ. ഇനി നമ്മൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 4 ലിറ്ററിന്റെ വോളിയം എന്താവും? 6 ലിറ്റർ വോളിയം എന്നായിട്ട് മാറും. അതായത് നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത് എങ്ങനെയാണുള്ളത്? അതിന്റെ പാർട്ടിക്കിൾസ് വെച്ചാൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റിലാണ് ഉള്ളത്. അതായത് ഈ ഒരു 4 ലിറ്റർ ഉള്ള വോളിയം ഗ്യാസ് എന്ത് ചെയ്യും? ഈ ഒരു 6 ലിറ്ററിന്റെ കണ്ടെയ്നറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് 6 ലിറ്റർ ആയിട്ട് മാറും. അതായത് നമ്മുടെ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ആ ഒരു കണ്ടെയ്നറിന്റെ സൈസിനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഗ്യാസ്, അതിനൊരു ഡെഫിനിഷൻ നോക്കിയാലോ? ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. അതായത് ഒരു സബ്സ്റ്റൻസിന് ആവശ്യമുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുക? വോളിയം എന്ന് പറയുക. The space occupied by a substance is known as എന്താണ്? വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് ആണ് പ്രഷർ ഓഫ് എ ഗ്യാസ്. അതായത് നമ്മുടെ ഗ്യാസിന്റെ പ്രഷറിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനേക്കാൾ മുമ്പ് നമ്മൾ പ്രഷർ പഠിച്ചായിരുന്നു. എവിടെയാണ്? നമ്മൾ ഫസ്റ്റ് പഠിച്ചായിരുന്നല്ലോ. അതായത് നമ്മുടെ മോളിക്യൂൾസ് എങ്ങനെയാണുള്ളത്? അതൊരു റാപ്പിഡ് റാൻഡം മോഷനിലാണ് നമ്മുടെ മോളിക്യൂൾസ് ഉള്ളത്. ആ ഒരു മോളിക്യൂൾസ് എന്ത് ചെയ്യും? അത് കൊളൈഡ് ചെയ്യും. അതായത് ഈ ചെതർ എന്ത് ചെയ്യും? അത് കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ വാൾസ് ഓഫ് കണ്ടെയ്നറിലും അത് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഗ്യാസിൽ എന്ത് ചെയ്യുക? ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രഷറിന് ഒരു ഡെഫിനിഷൻ കൊടുത്താലോ? Force on unit area is equal to total force exerted on the surface divided by surface area. അതാണ് നമ്മുടെ പ്രഷറിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. അതായത് നമ്മൾ ഓരോ യൂണിറ്റ് ഏരിയയിലുള്ള ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് ആണ് ടെമ്പറേച്ചർ. നമ്മുടെ ഗ്യാസിന്റെ കേസിൽ എന്താവും ടെമ്പറേച്ചർ? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ മോളിക്യൂൾസ് എങ്ങനെയാണുള്ളത്? അതൊരു റാപ്പിഡ് റാൻഡം മോഷനിലാണ് ഉള്ളത്. ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആണോ അല്ല പൊട്ടൻഷ്യൽ എനർജി ആണോ? അത് റാപ്പിഡ് റാൻഡം മോഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഏത് ടൈപ്പ് ഓഫ് എനർജിയിലാണ് വരിക? അതൊരു കൈനറ്റിക് എനർജിയിലാണ് വരിക. നമ്മുടെ മോളിക്യൂൾസ് കൈനറ്റിക് എനർജിയിലാണ് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കുറച്ച് ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ മോളിക്യൂൾസിന്റെ എനർജി എന്ത് ചെയ്യും? അതും കൂടും. അതായത് ഓൾറെഡി ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മോളിക്യൂൾസിന്റെ എനർജി എന്ന് പറയുന്നത് കൂടും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്. അതായത് നമ്മുടെ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് പറയണമെങ്കിൽ നമുക്ക് ഈ ഒരു 3 കാര്യത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒന്ന്, വോളിയം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ പ്രഷർ, ടെമ്പറേച്ചർ. ഈ ഒരു 3 കാര്യമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്യാസ് ലോസ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്. ഈ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്യാസ് ലോസ് ഡിസ്കസ് ചെയ്യുക. ഒരു 3 ലോ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ലോസ് എന്ന് പറയുന്നത്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗ്യാസ് ലോസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് 3 എണ്ണാണ് പഠിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ ബോയ്സ് ലോ ആണ്.
നെക്സ്റ്റ് 2 എന്ന് പറയുന്നത് നമ്മുടെ ചാൾസ് ലോ ആണ്. 3 എന്ന് പറയുന്നത് നമ്മുടെ അവഗാഡ്രോസ് ലോ ആണ്. അങ്ങനെ 3 ലോസ് ആണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഗ്യാസ് ലോസിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ബോയ്സ് ലോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് പഠിക്കുമ്പോൾ പറഞ്ഞായിരുന്നു 3 കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. 1 നമ്മുടെ വോളിയം ആണ്, 2 നമ്മുടെ പ്രഷർ ആണ്, 3 നമ്മുടെ ടെമ്പറേച്ചർ ആണ്. ഈ ഒരു 3 കാര്യമാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസിൽ പറഞ്ഞത്, ശരിയല്ലേ? ഇവിടെ നമ്മുടെ ബോയ്സ് ലോയില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വോളിയത്തിന്റെയും പ്രഷറിന്റെയും റിലേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വോളിയത്തിന്റെയും പ്രഷറിന്റെ റിലേഷൻ. അപ്പോൾ ആരാണ് ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് വരിക? നമ്മുടെ ടെമ്പറേച്ചർ ആണ്. നമ്മുടെ 3 പ്രോപ്പർട്ടി ഉള്ളത്. അതിലെ പിയും അതുപോലെ വിയും എന്താണുള്ളത്? അതിന്റെ റിലേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടി എങ്ങനെയാണുള്ളത്? നമ്മുടെ ടി എന്ന് പറയുന്നത്, അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണുള്ളത്? അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കോളൂ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഇഫ് പി ഈസ് ദ പ്രഷർ ആൻഡ് വി ഈസ് ദ വോളിയം ദെൻ പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റന്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമ്മുടെ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വോളിയം കുറയും. ഇപ്പോൾ നമ്മുടെ പ്രഷർ കുറയുകയാണെങ്കിൽ നമ്മുടെ വോളിയം കൂടും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എങ്ങനെയുള്ളത്? കോൺസ്റ്റന്റ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ആവുമ്പോൾ ഈ പി ഈസ് എ പ്രഷർ, പി എന്ന് പറയുന്നത് നമ്മുടെ പ്രഷറാണ്, വി എന്ന് പറയുന്നത് വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ പി ഇൻറ്റു വി എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് ലഭിക്കുക. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റന്റ്. The relationship between volume and pressure is known as Boyle's law. അതായത് നമ്മുടെ വോളിയത്തിന്റെയും പ്രഷറിന്റെയും ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയ്സ് ലോ എന്ന് പറയുന്നത്. ഇതിൽ ഓർത്ത് വെക്കുക ബി ടി. അതായത് നമ്മുടെ ബോയ്സ് ലോയില് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇത് എങ്ങനെയാണ് ഉള്ളത്? ഇതൊരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷനിലാണ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് പറയുന്നത് പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റന്റ്. ഈ ഒരു 3 കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്? ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ചാൾസ് ലോ ആണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ലോ ആയിട്ട് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ചാൾസ് ലോ. ഏതൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് വരിക? വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഈ ഒരു 3 കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചാൾസ് ലോയില് ആരുടെ റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്? ഒന്ന് നമ്മുടെ വോളിയം ആണ്, മറ്റൊന്ന് നമ്മുടെ ടെമ്പറേച്ചർ ആണ്. അതായത് ചാൾസ് ലോയില് വോളിയത്തിന്റെയും ടെമ്പറേച്ചറിന്റെയും റിലേഷൻഷിപ്പ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരിക? അത് നമ്മുടെ പ്രഷർ ആണ്. നമ്മുടെ പ്രഷർ ആണ് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഇനി ഡിസ്ക്രിപ്ഷൻ നോക്കിക്കോളൂ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അതായത് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയാണുള്ളത്? കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വോളിയവും കൂടും. ഇനി നമ്മൾ ടെമ്പറേച്ചർ കുറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വോളിയവും കുറയും. അതാണ് പറഞ്ഞിട്ടുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചാൾസ് ലോ പറയുകയാണ് വി ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ ചാൾസ് ലോ പറയുന്നത്. ഓക്കെ അല്ലേ? വി ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓർത്ത് വെക്കുക സി പി. സി എന്ന് വെച്ചാൽ നമ്മുടെ ചാൾസ് ലോ ആണ്. പി എന്ന് വെച്ചാൽ പ്രഷർ ആണ്. ഇവിടെ നമ്മുടെ പ്രഷർ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അതാണ് ഫസ്റ്റ് ആലോചിച്ച് വെക്കേണ്ടത്. പിന്നെ എന്താണ്? നമ്മുടെ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് രണ്ടാമത് ആലോചിച്ച് വെക്കേണ്ടത്. പിന്നെ എന്താണ്? വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്. ആ ഒരു ഇക്വേഷനും കൂടി ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് നെക്സ്റ്റ് ചോദിക്കാനുള്ളത്? നമ്മുടെ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താണ്? അത് നമ്മുടെ കെൽവിൻ ആണ്. അതും ചിലപ്പോൾ 1 വേർഡിനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ടെമ്പറേച്ചറിന്റെ യൂണിറ്റും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തേർഡ് ലോ ആണ്. അതായത് നമ്മുടെ അവഗാഡ്രോസ് ലോ. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് നമ്മുടെ ബോയ്സ് ലോ ആണ്. സെക്കൻഡ് നമ്മൾ പഠിച്ചത് ചാൾസ് ലോ ആണ്. നമ്മൾ തേർഡ് നോക്കാൻ പോകുന്നത് അവഗാഡ്രോസ് ലോ ആണ്. ഈ ഒരു ലോ പറയുന്നതിന് മുമ്പ് മിസ് ഒരു കുഞ്ഞു കാര്യം കൂടി പറയുന്നുണ്ട്.
A cylinder is filled with gas 1 atm pressure and 300 Kelvin temperature. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സിലിണ്ടറിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 Kelvin ആണ്. നമ്മുടെ വോളിയം ഇൻക്രീസ് ചെയ്യിക്കണം. എന്ത് ചെയ്യണം? മിസ് പറഞ്ഞായിരുന്നു ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ബോയ്സ് ലോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ പ്രഷറും അതുപോലെ വോളിയം എങ്ങനെയാണുള്ളത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മുടെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ലോയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. നമ്മൾ സെക്കൻഡ് ലോയിൽ പഠിച്ചതായിരുന്നു. ഏതായിരുന്നു നമ്മുടെ സെക്കൻഡ് ലോ? ചാൾസ് ലോ. അതിൽ പറഞ്ഞായിരുന്നു നമ്മുടെ വിയും ടിയും എങ്ങനെയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ കേസ് ആണെങ്കിൽ നമ്മുടെ വിയും പിയും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വോളിയം കൂട്ടണം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ പ്രഷർ കുറക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂട്ടും. ഇനി മിസ് പറയുകയാണ് ഈ ഒരു ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം നമ്മൾ എങ്ങനെ കൂട്ടും? അതാണ് മിസ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. അതായത് നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്യും? ആ ഒരു സിലിണ്ടറിൻ്റെ അകത്തുള്ള വോളിയം എങ്ങനെ ഇൻക്രീസ് ചെയ്യും? അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം കൂട്ടിയാൽ പോരെ? നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം കൂട്ടിയാൽ എന്താവും, നമ്മുടെ വോളിയം ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? അത് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ലോ വരുന്നത്. ഇവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമ്മുടെ അവഗാഡ്രോ ലോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വോളിയത്തിന്റെയും നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെയും റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ അവഗാഡ്രോ ലോസിൽ പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ the volume of a gas is directly proportional to the number of molecules. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെമ്പറേച്ചറിനെയും അതുപോലെ പ്രഷറിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അതായത് അതിന് മാത്രം എന്തില്ല, ചേഞ്ച് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വോളിയം എന്ന് പറയുന്നത്, നമ്മുടെ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസിന് എങ്ങനെയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരിക. അതായത് നമ്മുടെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസും ഇൻക്രീസ് ചെയ്യും. ഇതാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പാണ് നമ്മുടെ അവഗാഡ്രോ ലോയിൽ പറയുന്നത്. ഇത് ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? അതായത് നമ്മുടെ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള റിലേഷൻ ആണ്. ഇവിടെ ആരാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്? ഒന്ന് നമ്മുടെ ടെമ്പറേച്ചർ ആണ്, മറ്റൊന്ന് നമ്മുടെ പ്രഷർ ആണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഗ്യാസ് കൺസെപ്റ്റ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അല്ലെ? ഗ്യാസിന്റെ കുറച്ച് കൺസെപ്റ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, വോളിയം ഓഫ് ഗ്യാസ് നമ്മൾ പഠിച്ചു, ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്, അതുപോലെ പ്രഷർ ഓഫ് ഗ്യാസ്. പിന്നെ നമ്മൾ ഗ്യാസ് ലോസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 3 ലോസ് ആണ് നമ്മൾ പഠിച്ചത്, ബോയ്സ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. അങ്ങനെ 3 ലോസും കൂടിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ പാർട്ട്, അതായത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ കൂടി കാണുക. എന്നാൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. മിസ്സിന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷൻസിലോട്ട് വരിക. നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിസ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.